1965 നവംബർ മാസം 23-ാം തീയതി ഇതുപോലെ ഒരു സന്ധ്യാനേരത്താണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഈ ഗ്രൗണ്ടിൻ്റെ നേരെ എതിർവശത്ത് ഇന്ന് ബാങ്കിൻ്റെ കെട്ടിടമുള്ള ആ ഗ്രൗണ്ടിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അവസാനമായി പ്രസംഗിച്ചത്. 67 വർഷങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ വിതുമ്പി നിൽക്കുന്ന ഈ കൊടിയത്തൂരിൻ്റെ മണ്ണിൽ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ സാഹിബിൻ്റെ ചിന്താധാരകൾക്ക് ഏറെ പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ്. അന്ന് ഈ ഗ്രാമത്തിൽ 6000-ൽ പരം ആളുകൾ അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി എന്നാണ് മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ അഹങ്കാരത്തോടെ കൊടിയത്തൂർക്കാർ ഇന്നും പറയും, അബ്ദുറഹിമാൻ സാഹിബിൻ്റെ അവസാന പ്രസംഗം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഞങ്ങളെന്ന്. കൊടിയത്തൂർ എന്ന് പറയുമ്പോൾ പലരും അത് ചോദിക്കാറുമുണ്ട്. ഞാൻ സുദീർഘമായ ഒരു സ്വാഗത ഭാഷണത്തിലേക്ക് നീങ്ങുന്നില്ല. കൊടുങ്ങല്ലൂരിലെ കറുകപ്പാടത്ത് മുഹമ്മദിൻ്റെയും കൊച്ചായിഷമ്മയുടെയും മകനായി ജനിച്ച കുഞ്ഞു മുഹമ്മദ് പിന്നീട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായി. പഠിച്ചുകൊണ്ടിരിക്കെ കൂട്ടുകാരനായ മുഹമ്മദ്, മറ്റൊരു മുഹമ്മദ്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ആവട്ടെ ഒരു പുസ്തകപ്പുഴവും